എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു കറിയായിട്ടാണ്. ബീഫും കായിട്ടിട്ട് വരട്ടി വെക്കുന്ന ഒരു കറിയാണിത്. പണ്ടത്തെ ഒരു ഓർമ്മയാണ് എനിക്ക് ഈ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടൊക്കെ വീടുകളിൽ കല്യാണ തലേന്ന് ഈ ഒരു കറി ഉറപ്പായിട്ടും ഉണ്ടാക്കും. പണ്ട് അയൽവക്കത്തെ വീട്ടിലെ ചേച്ചിമാരും ബന്ധുക്കളും ഒക്കെ ചേർന്നായിരിക്കും വീട്ടിൽ പാചകമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ കൈയും കൂടെ ചേരുമ്പോൾ കറികൾക്കൊക്കെ ഒരു അസാധ്യ രുചിയാണ്. ആ ഒരു മണവും രുചിയും പറയാൻ പറ്റില്ല. ഇപ്പോഴും വായിൽ വെള്ളം ഊറുന്നൊരു രുചി തന്നെയാണത്. അപ്പോൾ ആ ഒരു കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ സൈഡിലൊക്കെ ബീഫിനോടൊപ്പം കായും കൂർക്കയും കൊള്ളിയും ഒക്കെ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ബീഫും കായിട്ടിട്ട് വറുത്തരച്ച് വെക്കുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റായിട്ട് ബീഫും കായും വറുത്തരച്ച് വെക്കുന്ന കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ബീഫും കായിട്ട് കറി വയ്ക്കുന്നതിലേക്കായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തേക്കുക. അപ്പോൾ ഞാൻ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവോളയും കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് നടുകീറിയതും പിന്നെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള നീളൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളകും കറിവേപ്പിലും ഇഞ്ചിയൊക്കെ ഇനി നമ്മളിടും. അപ്പോൾ പകുതി മാത്രമാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം. പൊടികളുടെ കാര്യമായാലും പകുതിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ വറുത്ത് അരക്കിനയിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ബീഫ് കഴുകി ഇച്ചിരി വെള്ളം ഉണ്ടാവും, പിന്നെ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങും. അതുകൊണ്ട് സെപ്പറേറ്റ് വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. അല്ലാതെ തന്നെ ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് വെള്ളം കാണും കേട്ടോ. 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് നമ്മുടെ ബീഫ് എത്രയാണോ വേവേണ്ടത് അതിനേക്കാളും 1 വിസിൽ കുറച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. അപ്പോൾ എനിക്ക് മൊത്തം 4 വിസിൽ മതി. അപ്പോൾ ഞാൻ 3 വിസിൽ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കായ ഒന്ന് അരിഞ്ഞു വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് കായാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അരിയുമ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുക. ഞാൻ തൊലി അടക്കമാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് തൊലി അടക്കം കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് തൊലി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കൂ. ഞാനിവിടെ തൊലി അടക്കം അത്യാവശ്യം വലിയ പീസസ് ആക്കി കട്ട് ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉടഞ്ഞു പോകും നമ്മൾ കറിയിലിടുമ്പോൾ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം അത് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കായ കറുക്കും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് വറുത്തരയ്ക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും 5 10 ചുമന്നുള്ളിയും പിന്നെ ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും ഒരു 8 വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ സ്പൈസസും എടുത്തിട്ടുണ്ട്. സ്പൈസസ് എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ ഒരു ബേ ലീവ്സിൻ്റെ 2-3 ചെറിയ പീസും പിന്നെ 2 തക്കോലം 2 പീസ് കറുവപ്പട്ട പിന്നെ ഒരു 3-4 ഗ്രാമ്പു 2 ഏലക്ക ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഹോളായിട്ടുള്ള സ്പൈസസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്താൽ മതി. ഇതിടണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിട്ട ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന സ്പൈസസ്. ഇത് മുഴുവൻ നമുക്കൊന്ന് വറുത്തിട്ട് അതിനുശേഷം അത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ എൻ്റെ ബീഫ് 3 വിസിലടിച്ച് കൊണ്ടുവന്നപ്പോൾ ഒരു 75% വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായ ഇട്ട് കൊടുത്തിട്ട് 1 വിസിലും കൂടെ അടിക്കാം. അപ്പോൾ ബീഫ് കറക്റ്റായിട്ട് വേവും ചെയ്യും. കായയ്ക്ക് 1 വിസിൽ മതിയാവും. പെട്ടെന്ന് തന്നെ അത് വേവും കേട്ടോ. അപ്പോൾ ഞാൻ കായും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഉടഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ബീഫിലേക്കുള്ള ഉപ്പാണ് ഇട്ടിരുന്നത്. കായയിലേക്ക് കുറച്ച് കുറവായിരുന്നു ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിൽ അത്യാവശ്യം നല്ലതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിലും കൂടെ അടിച്ചെടുക്കാം കേട്ടോ.
നമുക്ക് ആ നേരം കൊണ്ട് വറുത്തരയ്ക്കാനുള്ളത് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ലതുപോലെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് വറുത്തരയ്ക്കാനുള്ള ഇത് ആഡ് ചെയ്ത് ഞാൻ ആദ്യം ഇതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചുമന്നുള്ളി വലുതായതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ സ്പൈസസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൈസസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വിട്ട് വരട്ടെ, അതുവരെയും നമുക്കിതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തേങ്ങ അടക്കമാണ് ഇത് വറുത്തരയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇടുന്നത് ഒഴിവാക്കാം കേട്ടോ. ഇപ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് വറുക്കണം. നമ്മൾ വറുത്തരയ്ക്കുന്നതിലേക്കൊക്കെ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ. നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം. ഇപ്പോൾ ഇതായി വരുന്നുണ്ട്. അപ്പോൾ ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റ് പൊടികളിട്ടിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി, തേങ്ങ ഇടണ്ട. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പൊടികൾ ബാക്കിയുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പൈസസ് ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം വിട്ട് വരുന്നവരെ ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ എൻ്റെ കായും ബീഫും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 1 വിസിലാണ് അതിന് ശേഷം അടിച്ചത്. അപ്പോൾ വിസിലിന് ഫുൾ പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ട് കണ്ടു. ഇതിൽ ധാരാളം വെള്ളമുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സൗകര്യത്തിന് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ കിടന്ന് ഒന്ന് തിളക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കുക. എനിക്ക് ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചത് ഞാൻ നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് പൊടികളിട്ട് അങ്ങനെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ. അത് അരയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ വറുത്തിട്ട് അരയ്ക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചതച്ച് കാച്ചിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മളുടെ പരിപാടി തീരും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ നിങ്ങൾ തേങ്ങ ഇടുന്നില്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല കേട്ടോ. നേരെ അതിൽ നിന്ന് കാച്ചി അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാനൊരു 5-6 ചുമന്നുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മീൻകറിയിലേക്കൊക്കെ കാച്ചുന്നത് പോലെ ഒന്ന് കാച്ചിയെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ കറിവേപ്പിലും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര അത് കുറുക്കിയെടുക്കണോ അത്രയ്ക്ക് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുള്ള ബീഫും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. ഞങ്ങൾ തൃശ്ശൂരൊക്കെ എപ്പോഴും കല്യാണ തലേന്നൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ രുചിക്കൂട്ടിൻ്റെ ഒരു പുതിയ രുചിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.